നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം അതാണ് എല്ലാവർക്കും അറിയാവുന്ന കാർഗിൽ വാർ മെമ്മോറിയൽ എന്ന് പറയുന്ന ദ്രാസിലുള്ള ഈ സ്ഥലം. അതിൻ്റെ പേര് കാർഗിൽ വാർ മെമ്മോറിയൽ. കണ്ടു വേണം, ഇത് ദ്രാസിലാണ്. കാർഗിൽ വാർ മെമ്മോറിയൽ എന്ന് പറയുന്നത് ആ യുദ്ധം കാർഗിൽ യുദ്ധമായിട്ടാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വാർ മെമ്മോറിയൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിറകിൽ കാണുന്ന ആ മല, അതാണ് തോളോലിംഗ് മൗണ്ടൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പാകിസ്ഥാനീസ് നമ്മുടെ സ്ഥലം പിടിച്ചെടുത്തു എന്ന് അറിയുന്നത് ഈ മലയുടെ മുകളിൽ കയറുന്നതിനാണ്. അപ്പോൾ ഈ മല പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ പട്ടാളം 34 ദിവസം ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനകത്ത് മരിച്ചത് 400 ചില്ലാനം പട്ടാളക്കാരായിരുന്നു. ഈ ഇത്രയും ചെറിയൊരു മല പിടിച്ചെടുക്കാൻ എന്തുകൊണ്ട് ഇത്രയും സമയം പിടിച്ചു എന്ന് ചോദിച്ചാൽ, മുകളിലിരിക്കുന്ന പാകിസ്ഥാനീസിന് വളരെ ഈസി ആയിരുന്നു താഴ്ത്തുനിന്ന് കയറി വരുന്ന ഓരോരുത്തരും വെടിവെച്ച് വീഴ്ത്താൻ. എന്നാലും ഇന്ത്യൻ പട്ടാളം ഒരടി പോലും പുറകിലോട്ട് വയ്ക്കാതെ ഓരോരോ അടി ഓരോരോ ദിവസമായിട്ട് കയറി ആ സ്ഥലം പിടിച്ചെടുത്ത് ആ പിടിച്ചെടുത്തതിന് ശേഷം പിന്നീടുള്ള 7 കിലോമീറ്റർ പിടിച്ചെടുക്കാൻ അവർക്ക് വെറും 7 ദിവസം മാത്രമേ വേണ്ടി വന്നു. പിന്നീട് പാകിസ്ഥാനീസ് ഓട്ടം തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് പാകിസ്ഥാനീസിനെ ഏകദേശം 7-8 കിലോമീറ്ററോളം അവരെ ഉള്ളിലോട്ട് അങ്ങ് തള്ളിവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ നാഷണൽ ഹൈവേ 1A ഈസ് സേഫ്. അറ്റ്ലീസ്റ്റ് പാകിസ്ഥാനീസ് cannot see directly. So we are waiting for the kids, the brave boys and the girls of this mission, Kargil. That is Malabar Gold and Diamonds Mission Kargil. One mission is seeing this war memorial and explaining to the kids, the boys. ഞാൻ എപ്പോഴും കിഡ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ കിഡ്സ് എന്ന് വിളിച്ചപ്പോൾ എല്ലാം സാർ ഞങ്ങൾ കിഡ്സോ എന്ന് ചോദിച്ചു. അവർ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും കുട്ടികൾ തന്നെയാണ്. ബട്ട് ദെൻ ഐ ക്യാൻ സീ ദെയർ ഇമോഷൻസ് വെൻ ദേ ഗോ ത്രൂ ഓൾ ദിസ് തിങ്. ഇത് കാണുന്ന സമയത്ത് അവരുടെ കണ്ണ് നിറയുന്ന കാണുന്ന സമയത്ത് ഞാനും അറിയാതെ കണ്ണ് നിറയാറുണ്ട് ചില സമയത്ത്. കാരണം വി ഓൾ ആർ ഇമോഷണൽ ആനിമൽസ്. സോ വി ഗോട്ട് love in our heart. We'll remain always to know. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കാൻ മാത്രം പഠിക്കുക എന്നുള്ളത് അതൊരു സിസ്റ്റമാക്കി മാറ്റേണ്ടത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടെ വന്നു പോകുമ്പോഴാണ്. We'll wait for that. കാർഗിലിന്റെ യുദ്ധസ്മാരകത്തിലേക്ക് കടന്നുചെന്ന മിഷൻ കാർഗിൽ സംഘത്തിന് ദേശഭക്തിയുടെ സ്വാഗതമരുളിക്കൊണ്ട് മഞ്ഞുമഴയും ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയായി പറന്നിറങ്ങി. കനത്ത മഞ്ഞുവീഴ്ചയിലും ശത്രു സൈന്യത്തിനെതിരെ 1 മാസത്തിലധികം മലനിരകളിൽ ഇഞ്ചോടിഞ്ച് മുന്നേറിയ ഇന്ത്യൻ സൈന്യം, കൂടെയുള്ളവർ വേർപിരിയുമ്പോഴും തളർത്താത്ത വിപ്ലവ വീര്യവുമായി തിരിച്ചടിച്ച് തകർത്ത് കയറിയ ഇന്ത്യൻ സൈന്യം. ഓരോ ചുവടും കാർഗിൽ മലനിരകളിലൂടെ ഇന്ത്യൻ സേന മുന്നേറുമ്പോഴും തിളയ്ക്കുന്ന ദേശഭക്തിയുടെ കുതിപ്പുകളായിരുന്നു ഓരോ ഭാരതീയന്റെ ഹൃദയത്തിലും സംഭവിച്ചുകൊണ്ടിരുന്നത്. സായുധ പോരാട്ടത്തിൽ അന്തിമ വിജയം നേടി ഇന്ത്യ പാകിസ്ഥാന് അതേ നാണയത്തിൽ തിരിച്ചടിച്ച് പരാജയപ്പെടുത്തിയപ്പോൾ ഭാരതത്തെയും ഭാരതീയരെയും കണ്ണീരിലാഴ്ത്തി കടന്നുപോയത് 522 ധീരദേശാഭിമാനികളായ ജവാന്മാരായിരുന്നു. ഓപ്പറേഷൻ വിജയ് എന്ന് ഭാരതം പേരിട്ട് വിളിച്ച കാർഗിൽ യുദ്ധവിജയത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ മഹാത്യാഗികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഇപ്പോഴും കത്തി നിൽക്കുന്നു. ദേശഭക്തിയുടെ ഒരുപാട് കെടാവിളക്കുകളായി.
look at this. Look at this. This side, come close. If somebody is behind, come to this side also. जो एक एग्रीमेंट किया गया था 1972 शिमला समझौता, उस एग्रीमेंट में एक साइन किया गया था कि दोनों देश की आर्मी विंटर में डाउन हो जाएंगी यहाँ से, क्योंकि विंटर जिसमें आपको सेकंड कोल्डेस्ट इन एवरी प्लेस इन द वर्ल्ड, -60 वो रिकॉर्ड टेम्परेचर है यहाँ का. Acha, another thing, when this attack came onto this Tololing, how the war started. These buggers, Pakistani so-called Mujahideen, the Pakistani troops, have occupied this Tololing sector on top during breaking all the Simla Convention and everything, they came and sat. The basic reason was, in 1999, the snow melted the Pakistani side. Western side, the snow melted faster than the Indian side. So what happened? They could come up and occupy this place. They have came right on top of this Tololing, which is right behind this memorial. So you can imagine, जैसे साहब ने बताया था, उनका basic idea was to dominate this National Highway 1A so that they can cut all the supplies which will be coming from during the summer season. We fill up the complete supply to Leh, Ladakh, Kargil and Siachen sector in Leh. So if the Pakis could cut this 1A, then no supply will go from here. So when the supply is not there for 6 months in Leh, Ladakh and this complete area, Indian army will become weaker. So that was a basic reason for that Musharraf idiot, I'll call him like that. He thought, so he thought this way he can control. Now, here we all salute the soldiers for one reason. 34 days took for them to capture this first Tololing. It is hardly anything. What was the reason? The Indian army became the sitting duck, because they are sitting on top and watching and killing every soldier coming like this. They were climbing up. But the Indian army never withdrew, kept on fighting, and there were some places where soldiers' dead bodies were used to step up. You can just imagine. Because when the soldiers died, they were shouting that ki, use me. This is a kind of spirit the soldiers showed during this war. That is why today we are proudly standing here. The great soldiers, 522 soldiers died, laid their life for this country. Again, you'll ask why we haven't seen them. Because the soldiers don't have any sponsors like cricket players. രാജ്യത്തിനു വേണ്ടി മാത്രം മണഞ്ഞുപോയ ഈ ധീരയോദ്ധാക്കളുടെ സ്മൃതികളിൽ ഭാരതത്തിന്റെ ത്രിവർണ പതാകയും പാറിക്കളിക്കുന്നു. കാർഗിലിന്റെ കൊടുംതണുപ്പിലും തണുക്കാത്ത ദേശഭക്തിയുടെ ആവേശവുമായി. Okay? You understood? Give a big salute. And हमेशा भारत माता की जय. भारत माता की जय. भारत माता की जय. भारत माता की जय. जय. Flame the Jyoti. Okay. Why I'm hurrying
സ്നോഫോൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇപ്പം കണ്ട് അതിൻ്റെ മുകളിലെല്ലാം സ്നോ വീണ് തുടങ്ങി. ഇന്നലെ നമ്മൾ പോകുമ്പോൾ ഒന്നുമില്ല, ഇവിടെ എല്ലാം ഇപ്പോൾ സ്നോ വീണുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. നൗ വേർ യു ആർ എൻട്രിങ് ഈസ് ദ കംപ്ലീറ്റ് നെയിം. ഇതിനകത്താണ് നമ്മുടെ ഈ കാർഗിൽ വാറിൽ മരിച്ചിട്ടുള്ള ഓരോ പട്ടാളക്കാരൻ്റെയും ഓഫീസേഴ്സിൻ്റെയും എല്ലാവരുടെയും പേരെഴുതി വെച്ചിട്ടുണ്ട്. പ്ലസ് ഈ അമർ ജവാൻ ജ്യോതി, ഇറ്റ്സ് എ 24 hours burning, 24 into 365 days it will be burning. So this is a kind of respect we are giving to the martyrs. നമ്മൾ അവരെ എന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഈ വാർ മെമ്മോറിയൽ ഈ തോളോലിങ്ങിൻ്റെ നേരെ താഴത്ത്. കാരണം യുദ്ധം തുടങ്ങിയത് ഈ തോളോലിങ്, ഈ കാണുന്ന മലയുടെ മുകളിലാണ് പാകിസ്ഥാനീസ് വന്നിരുന്നതും. അവിടെ അതുകൊണ്ട് ഇത് പിടിച്ചെടുക്കാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ സ്റ്റീപ്പായിട്ടുള്ള ക്ലൈംബ്. നമ്മുടെ പട്ടാളക്കാർ ഇവിടുന്ന് കയറുന്നു, അവരവിടുന്ന് മുകളിലിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം 34 ദിവസം എടുത്തു ഈ ഒരു ചെറിയൊരു മൗണ്ടൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഗോ ആൻഡ് യു കൻ സീ ദ നെയിം ആൻഡ് വിൽ ഗോ ഓഫ്. This is the name of the complete soldiers who died. ഓരോരോ ഏത് അന്നിവിടെ 8 മൗണ്ടൻ ഡീവ് എന്ന് പറയുന്നത് അതിവിടെ ന്യൂ ആയിട്ട് ഫോം ചെയ്തു. 3 ഇൻഫൻട്രി ഡിവിഷൻ. ഇതെല്ലാം ഈ യുദ്ധത്തിൻ്റെ സമയത്ത് പ്രത്യേകമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ബറ്റാലിയൻസിൻ്റെ പേരുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ ഇത്രയും ബറ്റാലിയൻസ് ഇതിനകത്ത് വന്ന് കയറി. നമ്മളന്ന് ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കാർഗിൽ യുദ്ധത്തിന് മുന്നേ കാർഗിലിൽ ഒരു ചെറിയൊരു ബ്രിഗേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 3 ബറ്റാലിയൻസും കൂടി. ആ സാധനമാണ് 4 ബ്രിഗേഡുള്ള ഡിവിഷനുകൾ 3 വന്ന് കയറി. ഒരു കോർ ഇവിടെ വന്ന് അത്രയും പട്ടാളത്തിനെയും കൊണ്ട് മസ്റ്റർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ മസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഇതിനകത്ത് കാണുന്ന ഈ പേരുകളെല്ലാം നമുക്ക് വേണ്ടി അന്ന് ജീവൻ കളഞ്ഞു. സോ ദിസ് ഈസ് ദ പീപ്പിൾ ഹും എവറി വിസിറ്റർ കം ആൻഡ് പേ ഹോമേജ് ടു ദം ആൻഡ് ദെയർ ലൈഫ് ഈസ് സ്റ്റിൽ their cry is still here in this air. But they didn't cry, save me. They cried, I'll kill you, to the Pakistan. That is what is a cry they did it. So we all are proud of these soldiers. നമ്മുടെ ഈ മിഷൻ കാർഗിൽ ടീമിൻ്റെ എല്ലാവരും നമുക്ക് നമ്മുടെ എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടും വിൽ പേ ദ റെസ്പെക്ട് ആൻഡ് ഹോമേജ് ടു ദി സോൾജേഴ്സ് ഹൂ ലേഡ് ദെയർ ലൈഫ് ഫോർ അവർ കൺട്രി. മേജർ രവിയുടെ വിശദീകരണം കേട്ട് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സൈനികന്റെ രാജ്യസ്നേഹത്തോടെ മിഷൻ കാർഗിൽ സംഘം കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഇന്നും മരിക്കാത്ത ഓർമ്മകളുമായി ജീവിക്കുന്ന ധീര ജവാന്മാർക്ക് നൽകി ആത്മാർപ്പണത്തിന്റെ സർവാദരവും. ജയ് ഹിന്ദ്.